ഞാൻ മാവോയിസ്റ്റോ? എന്നെ കണ്ട മാവോയിസ്റ്റിന്റെ ഒരു ലുക്ക് ഉണ്ടോ? എന്റെ നടരാജൻ, നീയാണ് യഥാർത്ഥ മാവോയിസ്റ്റ്. നിന്റെ പേരിൽ പോലും ഇല്ലേ നടരാജൻ, മാവോയിസ്റ്റ് നടരാജൻ. പിന്നെ അസല് ലുക്കാണ് നിനക്ക്. ആ കൊള്ളാം, നല്ല നല്ല ഇതുണ്ട് ഇല്ലേടാ? കണ്ണൊക്കെ കണ്ടില്ലേ മാവോയിസ്റ്റിന്റെ കണ്ണ. അല്ല അതിന് നമ്മൾ ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്നതിന് അതെ നടരാജ, ഈ മാവോയിസ്റ്റുകൾ പൊതുവെ കാട്ടിലാണ് താമസിക്കാറ്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നിനക്ക് പൊതുവെ മാവോയിസ്റ്റ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നത്. നിനക്ക് മാവോയിസ്റ്റ് ആണെന്നൊരു തോന്നലുണ്ടോ ഇപ്പം? ഉണ്ടല്ലോ. അത് മതി. അതാണ് വേണ്ടത്. പിന്നെ നിന്നെ ഇപ്പൊ ഈ മാവോയിസ്റ്റ് ആക്കുന്ന എന്തിനാന്നറിയാമോ? നിനക്ക് പ്രധാനമന്ത്രി ആവണ്ടേ? വേണോ? പ്രധാനമന്ത്രി ആവാൻ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പ മാർഗമാണ് ഈ മാവോയിസ്റ്റ് ആവുക. മാവോയിസ്റ്റ് ആണെന്നും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക. കീഴടങ്ങി കഴിയുമ്പോൾ നിനക്ക് കുറെ പൈസയും കിട്ടും കേട്ടോ. പൈസയും കിട്ടും, നിനക്കൊരു ജോലി തരും. അപ്പൊ ഈ കീഴടങ്ങുന്നവരെ മിക്കവാറും എടുക്കുന്ന ജോലി എനിക്ക് തോന്നുന്നു പോലീസിലോ പട്ടാളത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ നടരാജ, നീ പറയണം, എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട, എന്നെ പ്രധാനമന്ത്രിയാക്കണം. പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ മാത്രമേ ഞാൻ കീഴടങ്ങുള്ളൂ എന്നൊന്ന് പറയണം. പറയണം. അപ്പൊ അവര് നിന്റെ ഉറപ്പായിട്ട് പ്രധാനമന്ത്രിയാക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ ഞാൻ തരും. ആദ്യം ഫോണിൽ വിളിക്കണം. ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ മാവോയിസ്റ്റ് നടരാജൻ, എസ് ഐ ഉണ്ടോടെ എവിടെ എന്ന് ചോദിക്കണം. അവർ അയ്യോ ഉണ്ട്, അവർ പേടിച്ച് പറയും. ഞാൻ കീഴടങ്ങാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാവോയിസ്റ്റ് നേതാവാണ് നടരാജൻ. ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ പോവാണ് എന്ന് പറയണം. പറയാം. അപ്പൊ അവര് പറയും അയ്യോ ഒന്ന് ഏമാനിയ വന്നാലും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിന്നെ അവിടെ വരും. പിന്നെ കീഴടങ്ങി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി. നീ അത് ഒറ്റ പിടിയിൽ പിടിച്ചോളണം. ഞാൻ പ്രധാനമന്ത്രി ആവുള്ളൂ, എനിക്ക് ആ ജോലി തന്നെ പിടിച്ചോളാം.